ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ വീഡിയോ ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത് നിങ്ങൾക്ക് കണ്ടേ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ്. വലിയ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ പ്യൂരിഫൈങ് ഫേസ് വാഷാണ് കേട്ടോ. ഇത് ഗ്രീൻ ടീയുടെ ആണ്. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ മുഖമൊക്കെ ഒന്ന് നല്ലോണം തുടയ്ക്കട്ടെ. നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം രണ്ടാമതായിട്ട് ഞാനിവിടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഫേസ് ഒന്ന് ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ടോണറിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഓയിൽ കൺട്രോൾ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വാങ്ങി വന്നപ്പോൾ നമ്മുടെ ഫേസ് വാഷും അതേപോലെ തന്നെ ടോണറും രണ്ടും ഗ്രീൻ ടീയുടേതായി പോയി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൻ്റെ കുറച്ച് മുഖത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ദൂരേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയുക, സ്കിൻ കെയറിൽ മസ്റ്റായിട്ടുള്ള സ്റ്റെപ്സാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. CTM പ്രോസസ്സ് എന്ന് പറയും. സി എന്ന് പറഞ്ഞിട്ട് ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസിങ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ടോണറാണ്. എം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറാണ്. പിന്നെ ഒരു എസ്സും കൂടി ഉണ്ട്, അത് നമ്മുടെ സൺസ്ക്രീനാണ് കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്ത ഏതായാലും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഡേം ഡോക്കിൻ്റെ 10% നിയാസിനമൈഡ് ഇല്ലേ, അതിൻ്റെ ഫേസ് സിറാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ് കേട്ടോ. അടിപൊളിയാണ്. എൻ്റേത് എന്താ പറയുക, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാനിത് ഡെയിലി ബേസിസിൽ 2 ടൈംസ് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഞാനിങ്ങനെ കുനിച്ച് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കിട്ടിയിട്ടോ. അത് ഞാനിപ്പോൾ തൽക്കാലം ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പം തന്നെ പുതിയതൊന്ന് ഓർഡർ ചെയ്തു കേട്ടോ. ഇതിൻ്റെ മൂന്നാമത്തേതെങ്ങാനാണെന്ന് തോന്നുന്നത്. ജസ്റ്റ് ഞാനിതൊന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ നിയാസിനമൈഡിൻ്റെ എന്താ പറയുക, ഫേസ് സിറം ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കെന്തോ മനസ്സ് സമ്മതിക്കില്ല. എനിക്കിത് നന്നായിട്ട് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ കുനിച്ച് കയ്യിലൊക്കെ എടുത്ത് തട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കിട്ടിയെങ്കിലേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കത് എന്താ പറയുക, പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് വരെ ഇത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തികയ്ക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്നറിയോ? ഇത് നമ്മുടെ മസ്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മസ്റ്റായിട്ടുള്ളൊരു മസ്റ്റ് യൂസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ സൺസ്ക്രീനാണ്. ഇതും വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇതും ഞാൻ ഞെക്കി പീഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇതും കഴിയാറായി. ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് അങ്ങനെ വാങ്ങി വെക്കാറില്ല. അതായത് ഒന്ന് ഏകദേശം കഴിയാനാകുമ്പോഴേ അടുത്തത് ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് വേറെ കിട്ടണം. അതിപ്പോൾ കഴിയാനായി. ഇനിയിപ്പോൾ ഞാൻ വേറെ ഓർഡർ ചെയ്യും. ഞാൻ എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സൺസ്ക്രീൻ എടുത്തിട്ട് ഇതേപോലെ ഫേസിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് പാണ്ട് പിടിച്ചതാണോ എന്ന്. അല്ല കേട്ടോ, നമ്മൾ ഫേസിൽ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഉണ്ടാവുമെങ്കിലും പോകെ അതായത് നമ്മൾ നെക്കിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അത് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് എന്താ പറയുക, ഒരു റിയാക്ഷൻ നടന്നിട്ട് അതൊന്ന് നമ്മുടെ സ്കിന്നിൻ്റെ അതേ ഷെയ്ഡായിട്ട് മാറുന്നതാണ് കേട്ടോ. ഇപ്പോൾ കാണുന്ന സമയത്തൊരു എന്താ പറയുക, വെള്ളക്കൂറ പോലെ ഉണ്ടല്ലേ, പക്ഷേ ഇത് നോർമലാവും കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെറിയതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട് സംഭവത്തിന്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ സ്കിന്നിൽ നോർമലായിട്ട് തന്നെ നോർമൽ സ്കിൻ ടോണിലേക്ക് തന്നെ മാറുന്നതാണ്. പക്ഷേ നിങ്ങൾ ഏത് സൺസ്ക്രീൻ എന്താ പറയുക എടുക്കുകയാണെങ്കിലും, സൺസ്ക്രീൻ എന്നല്ല, നിങ്ങൾ എന്തായാലും മസ്റ്റ് ഹാവ് ആണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. എന്തായാലും വാങ്ങി ട്രൈ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നോർമലായിട്ട് മാറും കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ചുകൂടി കഴിഞ്ഞാൽ നോർമൽ സ്കിൻ ടോണായിട്ട് അതേ കളറായിട്ട് മാറുക, വൈറ്റ് കാസ്റ്റൊക്കെ പോകുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ലിപ്പിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ കയ്യിൽ എന്താ പറയുക, സാധാരണ ഒരു ബ്യൂട്ടി വ്ളോഗറെ പോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിൽ കേട്ടോ. ഈ 2 ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ
എന്തോ ഒരു ഇതിലും ആകിപ്പോയതാണ്. പിന്നെ ഒരു ലിപ്പ് ലൈനർ, പിന്നെ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഒരു ലിപ്പ് ബാമില്ലേ, ബീട്രൂട്ടിൻ്റെ ഒരു ലിപ്പ് ബാമും കൂടി വന്നിട്ടുണ്ട്. ഞാൻ അധികവും ഡേംഡോക്കിൻ്റെ അതേപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ ഐറ്റംസാണ് കേട്ടോ. എങ്ങനെ നോക്കിയാലും അതിലാണ് എത്തിപ്പെടുക അവസാനം. ഇതാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ലിപ്പ് ബാം കേട്ടോ. നല്ല നല്ല കളറുണ്ട്. നമുക്ക് ഇത് മാത്രം ഇട്ടാൽ മതി, ലിപ്സ്റ്റിക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ലിപ്പ് ലൈനർ വന്നിട്ട് ഒരു ഡാർക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് വൃത്തിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ മാറ്റം കണ്ടോ? ലൈൻ ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ചില സമയത്ത് ചെയ്യാറുള്ളത് ഇതേപോലെ ലിപ്പ് ലൈനർ വെച്ചിട്ട് തന്നെ എന്താക്കും, ലിപ്സ്റ്റിക്ക് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കും കേട്ടോ, ലൈൻ വരച്ചതിന് ശേഷം. ഞാൻ അങ്ങനെയൊക്കെയാണ് ശരിക്കും ചെയ്യാറുള്ളത്. പിന്നെ ഈ ലൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ 2 ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിൽ എന്താ പറയുക, ഇങ്ങനെ ചെയ്താൽ മതി. ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗിയായിട്ടിരുന്നോളും. പിന്നെ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ആ ഒരു ലിപ് ബാം ഉണ്ടല്ലോ, അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ നല്ലൊരു കളറ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നല്ല നല്ല ഭംഗിയിൽ ഇനിയും കളറ്, ഒരു ലൈറ്റ് കളറ് ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചുണ്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് മാറ്റം മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതൊന്നും എൻ്റെ കയ്യിൽ കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ബ്യൂട്ടി വ്ളോഗേഴ്സ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആകെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്, 2 എണ്ണം. ഒന്ന് എന്താ പറയുക, കളറ് മാറിയിട്ട് ഷെയ്ഡ് മാറി വന്നതാണ്. ഇതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. കാരണം ഇത് എൻവൈബയുടെ ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കുറേ പറഞ്ഞിട്ടുള്ള കേട്ടോ. അതിന് അടിപൊളി സ്മെല്ലാണ്, നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആയിട്ട് ഇരിക്കുന്നത് പോലെ തോന്നും. ഇതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഷെയ്ഡ് മാറി വന്നാൽ ചുണ്ടിലിടാൻ വേണ്ടിയിട്ട് പറ്റില്ലെങ്കിൽ നമുക്ക് ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ. ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു, പക്ഷേ എന്നോട് വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, ഫേസിൽ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് കളറായിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എല്ലാവരുടെ കയ്യിലും നോർമലായിട്ട് ആദ്യം വന്ന് പെടുന്ന ഒരു ഐലൈനറാണ്, ഡാസ്ലറിൻ്റെ അല്ലേ. നമ്മളെല്ലാവരും ഫസ്റ്റ് ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സാധനം ഈ ഒരു ഐലൈനർ തന്നെ ആവാനാണ് ചാൻസ്. ഇത് വലിയൊരു ബ്രാൻഡിൻ്റെതാണെന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ ഞാനും അറിയുന്നത്. ഡാസ്ലറിൻ്റെ പ്രോഡക്ട്സിനൊക്കെ നല്ല കോസ്റ്റുമാണ്, അതേപോലെ നല്ല മാർക്കറ്റുള്ളൊരു സാധനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും കണ്ണൊന്ന് എഴുതുന്നുണ്ട്. ഞാൻ എപ്പോഴും കണ്ണെഴുതുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക, കണ്ണ് വാലിട്ട് എഴുതുമല്ലേ, അതേപോലെ നീട്ടിയിട്ടാണ് കേട്ടോ കുറച്ച് എഴുതുക. ഓൾറെഡി കണ്ണ് ഒരു ഉണ്ടക്കണ്ണായത് കാരണം അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ നീട്ടി എഴുതുമ്പോൾ കുറച്ച് രസമായിട്ടിരിക്കും. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ഞാൻ എന്താ പറയുക, വാല് വെക്കാതെ ഇങ്ങനെ നോർമലായിട്ട് എഴുതുന്ന പോലെ ഞാൻ എഴുതാറുണ്ട്. എന്തായാലും മുകളിലും താഴെയും ഞാൻ എഴുതും. പക്ഷെ പണ്ടൊക്കെ ഞാൻ കണ്ണിൻ്റെ ഉൾഭാഗത്തൂടെ കൺമഷി കൊണ്ട് എഴുതിയിരുന്നു. അപ്പോൾ എന്താണെന്നറിയോ, എൻ്റെ കണ്ണ് ഓൾറെഡി കുറച്ച് വലിയ ഉണ്ടക്കണ്ണ് പോലത്തെ കണ്ണായതുകൊണ്ട് ഉള്ളിലും കൂടി എഴുതുമ്പോൾ പ്രേതത്തിൻ്റെ ലുക്ക് ഉണ്ടാവും. ഓൾറെഡി എൻ്റെ പേര് അങ്ങനെ ആയത് കാരണം എല്ലാവരും എന്നെ അങ്ങനെ വിളിക്കും. അപ്പോൾ ഞാൻ ഉള്ളിൽ കൂടെ എഴുതുന്നത് ഞാൻ ഒഴിവാക്കി. കണ്ടോ, ഞാനിങ്ങനെ കണ്ണെഴുതാം, കണ്ണ് ഉരുട്ടി വെച്ചിട്ട് കണ്ണെഴുതാം കേട്ടോ. എന്നാലും എനിക്കത് നല്ലപോലെ ആയി കിട്ടുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും 2 കണ്ണും നല്ലോണം എഴുതട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കൺമഷി എഴുതി കൊടുക്കുക കേട്ടോ. ചില ആളുകൾ ഈ ഐലൈനർ വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ എഴുതുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ സെറ്റാകില്ല, എന്തോ ഒരുമാതിരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കണ്ണൊക്കെ വാലിട്ട് നന്നായിട്ട് എഴുതുന്നുണ്ട്. കണ്ടോ, കണ്ണ് എഴുതി കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് തന്നെ നല്ലൊരു ഡിഫറൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 കണ്ണും ഞാൻ ഇതേപോലെ എഴുതുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാൾസിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇത് അടിപൊളി മസ്കാരയാണ്. നമ്മുടെ കണ്ണിൻ്റെ പീലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നല്ല കേളി, നല്ല മേലോട്ടാക്കി നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കണ്ണിൽ നല്ല രീതിക്ക് തന്നെ ഇരിക്കും. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണോ എന്ന് വെച്ചാൽ അത്ര വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, എന്നാലും പ്രൊഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ. നിങ്ങളൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു കണ്ണിൽ മസ്കാര ഇട്ടിട്ട് മറ്റേ കണ്ണിൽ മസ്കാര ഇടാതെ ഒന്ന് നോക്കി നോക്കുന്നുണ്ട്, നമ്മുടെ കണ്ണ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. കണ്ണൊന്നുകൂടി വലുതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്
എന്താ പറയുക ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മസ്കാര ഇടുന്നതിലൂടെ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തോന്നാ നമ്മുടെ അടുത്ത പരിപാടി എന്നറിയോ? വേറൊന്നല്ല, നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. പൗഡർ, പോൺസിൻ്റെ പൗഡർ. അത് ഞാൻ ഒരുപാട് എടുക്കില്ല, ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തട്ടിയിട്ട് 2 കയ്യിലും ഒന്നാക്കിയിട്ട് അത് ഞാൻ തട്ടിക്കളയും. എന്നിട്ട് ജസ്റ്റ് മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒപ്പിക്കൊടുക്കും. ഇതാണ് എൻ്റെ പൗഡർ ഇടൽ. ബാക്കി ഞാൻ നെക്കിലിടും. ഓക്കെ, അത് സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താ? എൻ്റെ മെയിൻ ഐറ്റം ഐടെക്സ് പല്ലവിയുടെ ബ്ലാക്ക് വലിയ പൊട്ട്. അത് മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. അധികവും ചില സമയത്തൊക്കെ ഞാൻ പൊട്ട് വാങ്ങിക്കുന്നത് ചെറുതായിപ്പോവും. എനിക്കെന്തോ ചെറിയ പൊട്ട് ചേരില്ല എന്നുള്ളൊരു തോന്നലാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ദിവസം ചെറിയ പൊട്ട് തൊട്ട് വരാം കേട്ടോ, വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി വലിയ പൊട്ടാണോ ചെറിയ പൊട്ടാണോ ചേരുക എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കമ്മലും എടുത്തിട്ടിട്ട് വേണമെങ്കിൽ ഞാൻ മുടി കെട്ടിയിട്ട് തന്നെയാണ് എപ്പോഴും പോവുക. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനോട് ജസ്റ്റ് അഴിച്ചിടുകയാണ് എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ മുടി ഇപ്പോൾ ഏതായാലും ഞാൻ അഴിച്ചിടുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ മുഖത്തൊരു തെളിച്ചില്ലാത്ത പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മുടെ സ്വിസ് ബ്യൂട്ടീൻ്റെ അല്ല എൻവൈബയുടെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ നമ്മുടെ, അതെടുത്തിട്ട്, ഇത് അടിപൊളി സ്മെല്ലാണ്, അതെടുത്ത് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു അമ്മമ്മ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫേസിന് കുറച്ചൊന്ന് ബ്രൈറ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. മുടി വാരിക്കിട്ടും അല്ലെങ്കിൽ പിന്നിടും, ഇങ്ങനെ കെട്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പോകാറുള്ളത്. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ആ ചുവപ്പ് ആ റെഡ് കളർ നമ്മുടെ വലിയ പൊട്ടില്ലേ, ആ പൊട്ടിൻ്റെ മേലൊരു മഞ്ഞക്കുറി മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.